ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2024 ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ഇതാ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജും ബീട്രൂട്ടും ഉള്ള ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ക്യാബേജായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ടും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ ആവിയിൽ കിടന്നൊന്ന് പെട്ടെന്നത് വെന്ത് കിട്ടിക്കോളും. അത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ ചെറുപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ചെറുപയറും മത്തനും കൂടി തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് മത്തൻ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ടൊരു 2 വിസിലും കൂടെ വരുത്തി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കേ. തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മുടെ ചെറുപയറിലേക്കും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനിപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പില ഓൾറെഡി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും മത്തനുള്ള കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആട്ടോ. ഒരു 3-4 കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു. തലേ ദിവസം കറി വെച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ ഇടയ്ക്കൊന്ന് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ആ സെയിം എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് നമ്മളെ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടി ചെയ്തതാണ്. ആ സമയം നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെറുപയറും മത്തനും കൂടി വെച്ചിട്ടുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ബീട്രൂട്ടും ക്യാബേജും ഉള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. തോരൻ എന്നൊക്കെ പറയും. ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയാറ്. ഇത് തലേ ദിവസം വെച്ച ചിക്കൻ കറിയാണ്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ.